കണ്ണൂർ പൈതൃകോത്സവത്തിന്റെ ഭാഗമായി ഗാന്ധി കലാതീത പൈതൃകം ഫോട്ടോ പ്രദർശനത്തിന് തുടക്കമായി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും മറുവശത്ത് ആ സന്ദേശത്തെ സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത അദ്ഭുത പ്രതിഭാസമായ മഹാത്മാഗാന്ധിയുടെ സ്മൃതി ഉണർത്തി ഗാന്ധി കാലാതീത പൈതൃക ഫോട്ടോ പ്രദർശനം. ജനുവരി 1 മുതൽ 6 വരെ നടക്കുന്ന കണ്ണൂർ പൈതൃകോത്സവത്തിന്റെ ഭാഗമായാണ് പ്രദർശനം. രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയുടെ ജനനം മുതൽ മരണം വരെയുള്ള നിരവധി മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ 150ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള നീണ്ട പോരാട്ടത്തിന്റെ സവിശേഷമായ എല്ലാ കഷ്ടപ്പാടുകളുടെയും ത്യാഗങ്ങളുടെയും പ്രതീകമായി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് പ്രദർശനം. ഉപ്പു സത്യാഗ്രഹം, ദണ്ഡി യാത്ര, വൈക്കം സത്യാഗ്രഹം, ഗാന്ധിയും നെഹ്റുവും കസ്തൂർബ ഗാന്ധിയോടൊപ്പമുള്ള ചിത്രം, മനു, ആഭ എന്നിവരോടൊപ്പമുള്ള ചിത്രങ്ങൾ, വെടിയേറ്റ് ചോരയിൽ കുളിച്ച ചിത്രം, ബിർള ഹൗസിലെ അന്തിമോപചാരം, മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ട്, അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ചിത്രങ്ങൾ തുടങ്ങിയ അപൂർവ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നേർസാക്ഷ്യമായി. മഹാത്മാഗാന്ധിജിയുടെ വിയോഗത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലോകത്തോട് പറഞ്ഞ വരികൾ കൂടി അവസാനത്തെ ചിത്രത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രകാശം നമ്മെ വിട്ടു പോയി, എല്ലായിടത്തും ഇരുട്ട് മാത്രം. സമകാലീന ലോകത്ത് അഹിംസയുടെയും സമാധാനത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകുന്നവയാണ് ഇതിലെ ഓരോ ചിത്രങ്ങളും.